മുരളീധരൻ അടൂർ പ്രകാശിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് സ്വന്തമാക്കുമ്പോൾ വി ജോയ്ക്ക് അത് അഡ്വാൻറ്റേജ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ ഒരു ദേശീയ വാർത്ത കൂടി. മുതിർന്ന ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എല്ലാവരും തന്നെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. തേജസ്വി യാദവ് എത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ അഖിലേഷ് യാദവ് എത്തിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയുണ്ട്, ജയറാം രമേശ് അടക്കം ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പഴശ്ശിയുടെ കളി ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ കമ്പനി. പഴശ്ശി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ടേ കയറൂ. അതാ പഴശ്ശി നോക്കൂ, കാണേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് 1998 ശേഷമാണ് ഉണ്ണി ആദ്യമായി 100 സീറ്റിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതെ, 92-ല് നരസിംഹറാവുന്, അതായത് രാജീവ് ഗാന്ധിയുടെ സഹതാപ തരംഗത്തിലാണ് ആദ്യമായിട്ട്, അല്ലെ? അത് 200 സീറ്റിനും അല്ല, പിന്നെ പക്ഷേ 2004 വന്നു. 2004 145 സീറ്റുണ്ട്. 145 സീറ്റ് 2009 ശേഷം 2009 ശേഷം 100 സീറ്റിലേക്ക് എത്തുന്നു. അതെ, 3 അക്കത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ വാർത്തയാണിത്. കോൺഗ്രസ് 3 അക്കത്തിലേക്ക് കടക്കുന്നു. മറ്റ് ജനാധിപത്യ മതേതര കക്ഷികളെല്ലാം തന്നെയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ലീഡ് 687 വോട്ടുകളായി മാറിയിരിക്കുന്നു. കണ്ണൂരിൽ സുധ. അതെ, അതായത് ആറ്റിങ്ങലിൽ ഇപ്പോൾ ഒരു ക്ലിഫ് ഹാങ്ങറാണ്. എന്തും സംഭവിക്കാമെന്നുള്ള നില. വി ജോയി ആണോ, അതോ അടൂർ പ്രകാശ് ആണോ, അതോ വി മുരളീധരൻ കയറി വരുമോ? ഇതാണ് ആറ്റിങ്ങലിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ടുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 5ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ലീഡ് കെ സുധാകരന്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലീഡ് 28,820 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് വളരെ പതുക്കെയാണ് വരുന്നത് റിസൾട്ട്. അതുകൊണ്ടാണ് റിസൾട്ട് ഓരോ ഘട്ടത്തിലും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തത്. 28,820 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ്. കണ്ണൂരിൽ 5ാം റൗണ്ട് പൂർത്തിയാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ലീഡ് സുരേഷ് ഗോപിയുടെ ലീഡ് 69,112. 6-9-1-1-2. കേരളത്തിലാണ്, തൃശ്ശൂരിലാണ്, NDA ആണ്, BJP ആണ്, സുരേഷ് ഗോപിയുടെ ലീഡ് 69,112. അതായത് സുരേഷ് ഗോപി വോട്ടെണ്ണൽ ജയിക്കുമെന്ന് ഉറപ്പിക്കാം. വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ 1 ലക്ഷം പിടിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് കാണേണ്ടത്. പാലക്കാട് വി കെ ശ്രീകണ്ഠന്റെ ലീഡ് 57,947. കഴിഞ്ഞ തവണ 10,000-ൽ പരം ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ ലീഡ് ഉയർത്തുന്നു എന്നുള്ളത് വലിയ മുന്നേറ്റമാണ് വി കെ ശ്രീകണ്ഠൻ കാഴ്ചവെച്ചിരിക്കുന്നത്. MP എന്ന നിലയ്ക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. തിരുവനന്തപുരത്ത് ഇപ്പോൾ 16,000 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഇനി 3.5 ലക്ഷം വോട്ടുകൾ എണ്ണാനുണ്ട് തിരുവനന്തപുരത്ത്. 3.5 ലക്ഷം വോട്ടുകൾ എണ്ണുമ്പോൾ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കുമോ? ഇതാണ് UDFന്റെ സ്വാധീന മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന് കനത്ത വെല്ലുവിളി തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂർ ഉയർത്തുന്നുണ്ട്. ആറ്റിങ്ങലിലും സമാനമാണ് സാഹചര്യം. അടൂർ പ്രകാശിനെതിരെ വി ജോയ് ശക്തമായി. പാലക്കാട് ലീഡ് വീണ്ടും ഉയർത്തുന്നു വി കെ ശ്രീകണ്ഠൻ. 58,076 വോട്ടിന് ലീഡ്. വിജയരാഘവനെ ഇറക്കിയ LDF നീക്കം അമ്പേ പാളി. ഒഡീഷയിലെ BJD നാമാവശേഷമാകുന്നു എന്നുള്ള വാർത്ത കൂടി ഇതിനോടൊപ്പം ഉണ്ട്. കാരണം ഒട്ടേറെ കാലം BJPയുമായി ഒളിസേവ നടത്തിയിട്ടുള്ള BJDയെ അതേ BJP തന്നെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 21-ൽ 19 സീറ്റും BJP നേടി. 1 സീറ്റിൽ മാത്രമാണ് BJD. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വലിയ മുന്നേറ്റമാണ്. പൊന്നാനിയിലെ ടീം സമസ്ത ഏശിയില്ല. ലീഗിന്റെ ലീഡ് കുതുക്കിയാണ്. ലീഗിന്റെ കണക്കുകൂട്ടലും മറികടന്നുകൊണ്ടുള്ള ലീഡാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊന്നാനി, മലപ്പുറം, അതായത് മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല, സമസ്തയിലൂടെ സുന്നി വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. അത് നമ്മൾ കാസർഗോഡ് കാണുന്നില്ല, കണ്ണൂർ കാണുന്നില്ല, വടകര കാണുന്നില്ല, കോഴിക്കോട് ഒട്ടും കാണുന്നില്ല, പാലക്കാട് കാണുന്നില്ല, ആലത്തൂർ മാത്രമാണ്. അത് കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവത്തിലുള്ള വിജയം എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ
ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിന്റെയും കെ സുധാകരന്റെയും വിജയമാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അത് UDF-നും NDA-ക്കും അനുകൂലമായി വരുന്നു. കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം മാത്രം ആലത്തൂരിൽ ഇപ്പോൾ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ, കൺഗ്രാറ്റുലേഷൻസ്. ഈ മുന്നേറ്റത്തിന്റെ ക്രെഡിറ്റ് താങ്കൾക്കും കെ സുധാകരനും കെ സി വേണുഗോപാലിനും ഈ ട്രയോയ്ക്ക് അവകാശപ്പെട്ടതാണ്. മാവേലിക്കരയിലെ UDF-ന്റെ ലീഡ് 10,770 ഉയർന്നിരിക്കുന്നു. മാവേലിക്കരയിൽ ചെറുതായിട്ടാണെങ്കിലും ലീഡ് ഉയർത്താൻ കൊടിക്കുന്നിലിന് സാധിക്കുന്നുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ലീഡ് 57,474 വോട്ടുകൾക്ക് വടകരയിൽ ഷാഫിയുടെ ലീഡ് ഉയർത്തുന്നു. ഇടുക്കിയിൽ ഡീനിന്റെ ലീഡ് 1,26,000 അതിശക്തമായിട്ടുള്ള ലീഡാണത്. പാലക്കാട് UDF-ന്റെ ലീഡ് 58,382 ഉയർന്നിരിക്കുന്നു. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJDക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് 57 സീറ്റുകളാണെങ്കിൽ BJPക്ക് 75 സീറ്റുകളും കോൺഗ്രസിന് 12 സീറ്റുകളും ഉണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വേറൊരു ഇക്വേഷൻ വർക്ക് ചെയ്യാവുന്നതാണ്. 57ഉം 69 ആക്കുകയുള്ളൂ. എന്നാലും BJP ആണ് മുന്നിൽ. CPM അവിടെ ഒരു സീറ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. സ്വതന്ത്രർ 2 സീറ്റിലും. യുപിയിൽ വീണ്ടും സമാജ്വാദി പാർട്ടി 36 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. 33 ഇടങ്ങളിൽ മാത്രമായി BJP ചുരുങ്ങുന്നു. 18 ഇടങ്ങളിൽ 5000-ൽ താഴെ മാർജിനിലാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി എത്തുന്നു. എന്ന് പറഞ്ഞാൽ യുപിയിൽ ഇനി എന്തും സംഭവിക്കാം. കഴിഞ്ഞ തവണ 62 സീറ്റുകളിൽ നിന്ന് നേരെ പകുതിയിലേക്ക്, 62-ൽ നേരെ പകുതിയിലേക്ക്. അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മറികടന്നു. ആറ്റിങ്ങലില് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന കാര്യം പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചിരുന്നല്ലോ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 9 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നെടുമങ്ങാട്, വാമനപുരം, കാട്ടാക്കട മണ്ഡലങ്ങളിൽ 16 റൗണ്ട് ഇനി കടക്കുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ 14 റൗണ്ടുകളും. അതായത് ആറ്റിങ്ങലിൽ ഒന്നും ആയിട്ടില്ല കേട്ടോ. ആറ്റിങ്ങലിൽ ഇപ്പോൾ കാണുന്നത് ചെറിയ ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെറും ട്രെയിലർ മാത്രമാണ്. ആറ്റിങ്ങലിന്റെ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ബൂത്തുകൾ എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള അതായത് ട്രയൽ അതായത് നമ്മളിപ്പോൾ ട്രെയിലർ മാത്രമാണ് കാണുന്നത്. പിക്ചർ അബീബി ബാക്കി ഹേ. ആറ്റിങ്ങലിൽ മണ്ഡലങ്ങളിൽ 16 റൗണ്ടുമുണ്ട്, മറ്റു മണ്ഡലങ്ങളിൽ 14 റൗണ്ടുമുണ്ട്. ഇനി ഒരുപാട് കാണും. ഇതിൽ നെടുമങ്ങാട് ആർക്കൊപ്പം നിൽക്കും? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കെ സുധാകരൻ 1 ലക്ഷത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നു. കണ്ണൂരിൽ 65,997 വോട്ടുകൾക്ക് ഇപ്പോൾ കെ സുധാകരൻ മുന്നിലാണ്. ചുരുക്കത്തിൽ തൃശ്ശൂർ 1,00,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപി എടുക്കും. സുധാകരൻ 1,00,000 വോട്ടുകൾക്ക് കണ്ണൂരും പിടിക്കും. ഷാഫിയും 1,00,000 വോട്ടുകൾക്ക് വടകര പിടിക്കും. അബ്ദുൾ സമദ് സമദാനി 1,42,240 പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. സമസ്ത പരീക്ഷണം പാളിക്കഴിഞ്ഞിരിക്കുന്നു. LDF-ന്റെ സമസ്ത പരീക്ഷണം പാളിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിധത്തിൽ അബ്ദുൾ സമദ് സമദാനി 1,42,140 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. അതിജീവിച്ചുകൊണ്ട് ലീഗിന്റെ വെന്നിക്കൊടി മാറുന്നു മലപ്പുറത്തും പൊന്നാനിയിലും.